തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു, തങ്ങളുടെ ജീവിത ശൈലികൾ, ജീവിത മാർഗം, പെരുമാറ്റങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ കുറിക്കുന്നുണ്ട്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും എന്നിവരുടെ മാതൃ സഹോദരമായ ഹിന്ദു ബിൻ ഹാല റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഗുണങ്ങളും ആശയസമ്പഷ്ടമായ നിലയിൽ വിവരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പരലോക വിചാരങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയും അധിക നേരം മൗനത്തിലായിരിക്കുകയും ചെയ്യുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചിരുന്നില്ല. വായ പൂർണ്ണമായും തുറന്നിരുന്നു സംസാരിക്കുമായിരുന്നു. അഹങ്കാരികളെപ്പോലെ ചുണ്ടു മാത്രം ചലിപ്പിക്കുകയുണ്ടായിരുന്നില്ല. വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ചുരുങ്ങിയ വാക്യങ്ങൾ കൊണ്ട് സംസാരിക്കുമായിരുന്നു. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുന്ന തരത്തിലുള്ള സംസാരമായിരുന്നു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ആവശ്യത്തേക്കാൾ കവിഞ്ഞോ കുറഞ്ഞോ സംസാരിച്ചിട്ടില്ല. പുരുഷ പ്രകൃതിക്കാരനോ ദുസ്വഭാവിയോ നിന്ദിക്കുന്നവരെയോ നിസ്സാരപ്പെടുത്തുന്നവരോ ആയിരുന്നില്ല. മറിച്ച് ഗാംഭീര്യം നിറഞ്ഞ മധ്യപ്രകൃതനായിരുന്നു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ നോട്ടത്തെ പോലും വിലമതിച്ചിരുന്നു. ഭക്ഷണത്തെ കുറ്റം പറയുകയോ പുകഴ്ത്തുകയോ ചെയ്തിരുന്നില്ല. ഇഹലോകവും അതിനോട് ബന്ധപ്പെട്ടതുമായ വസ്തുക്കളുടെ വിഷയത്തിൽ അവിടുന്ന് കോപിച്ചിരുന്നില്ല. എന്നാൽ അള്ളാഹുവിനോടുള്ള കടമ നിന്ദിക്കപ്പെട്ടാൽ അതിന് പ്രത്യുപകാരം ചെയ്യുന്നതുവരെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോപം അടക്കുമായിരുന്നില്ല. സ്വന്തം കാര്യത്തിന് കോപിക്കുകയോ പ്രതികാരം നടത്തുകയോ ചെയ്തിട്ടില്ല. എന്തെങ്കിലും സൂചിപ്പിക്കുമ്പോൾ കൈ മുഴുവനും കൊണ്ട് സൂചിപ്പിക്കുകയും അത്ഭുതപ്പെടുമ്പോൾ കൈ മലർത്തുകയും ചെയ്യുമായിരുന്നു. സംസാരിക്കുമ്പോൾ വലത് കൈയുടെ പത്തിയിൽ ഇടത് കൈയുടെ തള്ളവിരലേക്ക് ചേർത്ത് വയ്ക്കുമായിരുന്നു. കോപവും അനിഷ്ടവും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും മുഖം തിരിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. സന്തോഷ സമയത്ത് താഴേക്ക് ദൃഷ്ടി പതിപ്പിക്കുകയും ചിരിയിൽ അധികവും പുഞ്ചിരിയായിരുന്നു. ആലിപ്പഴം പോലെ പരിശുദ്ധമായ പല്ലുകൾ പ്രകാശിക്കുന്നത് പോലെ കാണാം എന്ന് അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയുന്നയാളും അടുത്ത കുടുംബ ബന്ധമുള്ളവരും മനഃശാസ്ത്ര വിദഗ്ധനും ഭാഷാ നിപുണനുമായ അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ സമുന്നതമായ സ്വഭാവത്തെ ഇപ്രകാരം വിവരിക്കുകയുണ്ടായി. ജനങ്ങളിൽ ഏറ്റവും വിശാലമായ ഹൃദയമുള്ളവരും സത്യം മാത്രം സംസാരിക്കുന്നവരും മയമായ പ്രകൃതിക്കാരനും ശ്രേഷ്ഠമായ കുടുംബ പാരമ്പര്യമുള്ളവരുമായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി കാണുന്നവർ ഗാംഭീര്യം കണ്ട് ഭയന്നു പോകുമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഇടപഴകിയാൽ സ്നേഹിക്കുമായിരുന്നു. തിരുദൂതരെ വർണ്ണിച്ചവരെല്ലാം പറയുന്നു, റസൂലിന് മുമ്പും ശേഷവും അവിടുന്ന് തുല്യമായ ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സൗന്ദര്യത്തിൻ്റെയും സമ്പൂർണതയുടെയും പുടവ ധരിപ്പിക്കുകയും ഗാംഭീര്യവും സ്നേഹവും ഹൃദ്യവും ചൊരിയുകയും ചെയ്തിരുന്നു. ഹിന്ദു ബിൻ അബി ഹാല പറയുന്നു, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗാംഭീര്യമുള്ളവരും ജനങ്ങളിൽ കണ്ണിൽ ഉന്നതരുമായിരുന്നു. ഈ ലോകത്ത് തന്നെ പടയ്ക്കാൻ കാരണം എന്തിനേറെ ആ തങ്ങളെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ കഴിഞ്ഞത് തന്നെ ആ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് തങ്ങളെ ഒന്ന് കാണാൻ, അവിടുന്ന് ആ റൗളയിലേക്കൊന്നെത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.